അസ്സലാമലൈക്കും ഗായ്സ്. ഇന്ന് ഞാൻ ഒരൊറ്റ നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് റെഡിയാക്കാം. വളരെ എളുപ്പത്തിൽ അധികം ചേരുവകളൊന്നും ഇല്ലാതെ നമുക്കൊരു സ്നാക്കാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഒരു മീഡിയം സൈസ് പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 1 ടീസ്പൂൺ മാത്രം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി കിട്ടണം. ഞാൻ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയിട്ട് നല്ലവണ്ണം ഇതൊന്ന് ഒടിഞ്ഞ് കിട്ടണം. അതുവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഏകദേശം പഴമൊക്കെ ഒന്ന് ഒടിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലോട്ട് 1 സ്പൂൺ മാത്രം പഞ്ചസാര ചേർക്കാം. നിങ്ങളുടെ പഴം അത്ര മധുരം ഇല്ലെങ്കിൽ 2 സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഇത് നല്ല മധുരമുള്ള പഴത്തിൻ്റെ പേരിൽ ഞാനിപ്പോൾ 1 സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി പഞ്ചസാരയ്ക്ക് ഇതിലൊന്ന് മെൽറ്റായിട്ട് വരണം. അങ്ങനെ പഴമൊക്കെ നല്ലവണ്ണം ഒടിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തീ ഓഫ് ചെയ്യാം. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് 2 കോഴിമുട്ടയാണ്. ഇതേപോലത്തെ ഒരു ബൗളിൽ പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണോ ചാനലൊക്കെ ഈ റെസിപ്പിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഇതിലോട്ട് 2 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് കലക്കിയെടുക്കണം. പഞ്ചസാര ഇതിൽ അലിഞ്ഞ് ചേരണം. അതുവരെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഇങ്ങനെ ഒന്ന് കലക്കിയെടുത്താൽ മതി. ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ആവശ്യമുള്ളത് ബ്രെഡാണ്. ഇതേപോലത്തെ ഒരു കിണ്ണം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ വലിയ ബ്രെഡായതിൻ്റെ പേരിലാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഇതിൽ നിന്ന് 2 പീസ് എടുക്കുന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് ബ്രെഡ് ആവശ്യമുള്ളത് അത്രയും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ 3 ബ്രെഡ് കൊണ്ട് 6 പീസാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ ബ്രെഡ് ചെറുതാണെങ്കിൽ 6 ബ്രെഡ് എടുക്കണം. ഇതിലോട്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അതായത് ബനാനൻ്റെ, അത് ഇതിന് മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക. ബ്രെഡിൻ്റെ മുകളിലോട്ട് എത്രത്തോളം ആവശ്യമുണ്ട് അത്രയും വെച്ച് കൊടുക്കുക. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലോട്ടായിട്ട് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വേണം നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാനിപ്പോൾ ഇത് കൂടി വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടക്കൂട്ടുണ്ടല്ലോ അതിലോട്ട് ഈ സൈഡെല്ലാം ഇങ്ങനെ ഒന്ന് മുക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തെങ്കിൽ നല്ലവണ്ണം ഇതൊന്ന് ഒട്ടിപ്പിടിക്കും. അതിനുശേഷം കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ളതും കൂടി എല്ലാം ഇതേപോലെ ഒന്ന് നിറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ മുട്ടയുടെ കൂട്ടിലോട്ട് ഇതൊന്ന് മുക്കി കൊടുക്കണം. ഈ ചുറ്റിലും ഇങ്ങനെ ഒന്ന് മുക്കി കൊടുത്താൽ മതി ആദ്യം ഇതേപോലെ. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ചെയ്തിട്ട് വരാം. ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലവണ്ണം ചൂടാകുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ സൈഡിലുള്ള മുട്ടയൊക്കെ ഒന്ന് ചൂടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൈ പൊള്ളത്തുന്നില്ല, ഇങ്ങനെ പിടിച്ചാൽ മതി. ചുറ്റിലിങ്ങനെ തിരിച്ചു കൊടുക്കുക. അതിനുശേഷം മാത്രം നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലോട്ടായിട്ട് കുറച്ച് മുട്ടയും കൂടി ഒഴിച്ച് കൊടുക്കണം. 1 സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മുകളിലോട്ടും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ വശം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, 2 വശവും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ആക്കി വരാം. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാനങ്ങനെ ഫ്രൈ ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്.